ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു ഉടമ്പുളിയിട്ട മീൻകറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 2 സവാള എടുത്തരിഞ്ഞിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് വാട്ടിയെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് ഒരു തക്കാളി, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് ചുറ്റുള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്, അതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റുക. എന്തൊക്കെയാണ്? തക്കാളി, പച്ചമുളക്, ഇഞ്ചി, ചുറ്റുള്ളി, ഇത് 4 ഇട്ട് നന്നായിട്ട് വഴറ്റി കുറച്ച് നേരം നമുക്ക് മൂടിക്കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് വരും. നമ്മൾ തക്കാളിയും ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമുക്ക് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. മിക്സ് നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. എന്തെല്ലാം പൊടികളാണ് ഇതിലേക്ക് ഇടുന്നതെന്ന് കാണിച്ചു തരാം. വീട്ടിലുള്ള പൊടികൾ തന്നെയാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. 1 ടീസ്പൂൺ മുളക് പൊടി, എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കാരണം പച്ചമണം മാറുന്നത് വരെ, നമ്മുടെ ഈ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഒന്ന് വേവിച്ചെടുക്കുക. പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പച്ചമണം മാറുന്നവരെ, അപ്പോൾ ടേസ്റ്റ് കൂടുതൽ കിട്ടും. പൊടിയുടെ ഒരു ടേസ്റ്റ് നമുക്കതിൽ കിട്ടില്ല. നമുക്ക് നല്ലൊരു ടേസ്റ്റി മീൻ കറിയാണ് കിട്ടുക. നന്നായിട്ട് വഴറ്റും തോറും അതിലേക്ക് കുറച്ച് കറിവേപ്പില തൂവി കൊടുക്കുക. എല്ലാം കൂടിയിട്ട് മിക്സാക്കിയ ശേഷം അതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. എത്രയാണ് കഷ്ണം മീൻ വേണ്ടത് അത്ര കഷ്ണം മീൻ ഇട്ട് നന്നായിട്ട് അതൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. മീനിനോട്ട് ആ ചേരുവകളൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കുക. മീനിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്ത് മീനാണെന്ന് പോലും അറിയില്ല, എനിക്കറിയാം. അപ്പോൾ 2-ാം പാലാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. 1-ാം പാലല്ലേ, 2-ാം പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. 1-ാം പാൽ ചേർത്ത് കൊടുക്കുന്നത് തിളച്ച ശേഷമാണ് 1-ാം പാൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഉപ്പുണ്ടാകുന്ന നോക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് ഇതിനെ പതപ്പിച്ചെടുക്കാം. പതിച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. തിളപ്പിച്ചെടുക്കാം. സോറി ഗൈസ്, തിളപ്പിച്ചെടുത്താൽ മതി, പതപ്പിക്കണ്ട. തിളപ്പിച്ച് നന്നായിട്ട് എടുക്കാം. വെള്ളം നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഞാൻ കുറച്ചുകൂടി കൂടുതലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ അതനുസരിച്ചാണ് വെള്ളം വെച്ചത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് അതിന് മുമ്പേ ഒരു കാര്യം പറയാൻ പറഞ്ഞു. മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കുടംപുളി മറക്കരുത്. അപ്പോൾ ഞാനൊരു 4 കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുടംപുളിയാണ് നമ്മുടെ ഈ മീൻ കറിയുടെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ കുടംപുളി ഇട്ട ശേഷം നന്നായിട്ട് തിളച്ച് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം.
കറി തിളച്ച് വരുന്നുണ്ട്. കണ്ടോ, തിളച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ തിള വരുന്നുണ്ട്. കാണാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ നന്നായിട്ട് തിളച്ചിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇനി 1-ാം പാൽ ഒഴിക്കുക. തിളച്ച് വരുന്നത് കണ്ടാൽ നമുക്ക് 1-ാം പാൽ ഒഴിച്ചിട്ട് വീണ്ടും എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കുക. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ മീൻകറി, കുടംപുളിയിട്ട മീൻകറി റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ചെയ്യുക, കമൻറ്റും ഇടുക. അപ്പോൾ ബായ്. ഇത്രയേ ഉള്ളൂ.